സംസ്ഥാനത്ത് RSVY സൗജന്യ ചികിത്സയുടെ പേരിൽ റിലയൻസ് ഇൻഷുറൻസ് കമ്പനി തട്ടിയെടുക്കുന്നത് കോടികൾ. 2013-2015 കാലയളവിൽ മാത്രം റിലയൻസിന് ലഭിച്ചത് 37 കോടി രൂപയാണ്. സൗജന്യ ചികിത്സയ്ക്കായി തങ്ങൾ നിർദ്ദേശിച്ചിട്ട് പോലും തുക നൽകാൻ റിലയൻസ് തയ്യാറാകുന്നില്ലെന്ന് ഡോക്ടർമാർ റിപ്പോർട്ടറോട് വെളിപ്പെടുത്തി. പാവപ്പെട്ട രോഗികൾക്കായി എഴുതി നൽകുന്ന രോഗനിർണയം അടക്കമുള്ള ചികിത്സാ രീതികൾ റിലയൻസ് അനുവദിക്കുന്നില്ലെന്നും ചികിത്സ നിഷേധിക്കുക വഴി കോടികളുടെ ലാഭമാണ് കമ്പനി നേടുന്നതെന്നും റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. സൗജന്യ ചികിത്സക്കായി സംസ്ഥാനത്തുടനീളമുള്ള ആശുപത്രികളിൽ നിന്ന് നൽകിയിട്ടുള്ള അപേക്ഷയുടെ കണക്കാണിത്. ആലപ്പുഴ ജില്ലയിൽ മാത്രം റിലയൻസ് നിഷേധിച്ചത് 3,43,11,979 രൂപ. സംസ്ഥാനത്തൊട്ടാകെയുള്ള കണക്കെടുത്താൽ 2013-14 മാത്രം സർക്കാർ 238 കോടി രൂപ പ്രീമിയം അടച്ചപ്പോൾ തുക അനുവദിച്ചത് 199 കോടി രൂപ. ബാക്കി വന്ന 29 കോടി രൂപ റിലയൻസിന് ലാഭം. എന്നാൽ 199 കോടി കണക്കിൽ മാത്രമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുവരെ ഈ പണം വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല. രോഗനിർണയം അടക്കമുള്ള ചികിത്സാ രീതികൾക്ക് തുക നിഷേധിക്കുന്നത് പതിവാവുകയാണ്. തങ്ങൾ എഴുതി നൽകിയിട്ട് പോലും നിർദ്ധനരായ രോഗികളെ പരിഗണിക്കാൻ റിലയൻസ് തയ്യാറാകുന്നില്ലെന്ന് ഡോക്ടർമാർ തന്നെ തുറന്നു സമ്മതിക്കുന്നു. ഇൻഷുറൻസ് പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇൻഷുറൻസ് ഒരു പാക്കേജ് ഉണ്ടാക്കി ആ പാക്കേജിലൂടെ നമ്മൾ മൂവ് ചെയ്യണം. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് പലതും നമ്മളുടെ പല അഡ്മിഷൻസും അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പല മരുന്നുകളും അവർ വെട്ടിക്കളയുകയും അതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ രോഗികൾ വലയുമ്പോഴാണ് ക്ലെയിമുകൾ തിരിച്ചു വരുന്നത്. ഇത് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ സൗജന്യമായി നൽകേണ്ട ചികിത്സ നൽകാതെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയാണ് രോഗികളെ ഡോക്ടർമാർ. ചുരുക്കം പറഞ്ഞാൽ സൗജന്യ ചികിത്സ നിഷേധിക്കപ്പെടുന്നു. പൊതുജനാരോഗ്യ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു പോരുന്നത്. സൗജന്യ ചികിത്സ എന്ന ദാനത്തെ റിലയൻസ് എന്ന പെരുമ്പാമ്പ് വിഴുങ്ങി തുടങ്ങിയിരിക്കുന്നു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.